ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക് ട്രെൻഡ്സ് ബൈ അഗിൻ. ഇന്ന് നമുക്ക് പുതിയൊരു അപ്ഡേറ്റ് പറയാനുണ്ട്. പെർപ്ലെക്സിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്ത കോമറ്റ് ബ്രൗസർ ഇപ്പോൾ ഇന്ന് മുതൽ ആൻഡ്രോയിഡിലും ഒഫീഷ്യലി അവൈലബിൾ ആണ്. ഞാൻ ഓൾറെഡി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്, അബൌട്ട് ദ ഡെസ്ക്ടോപ്പ് വേർഷൻ. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഐ ബട്ടൻ്റെ അകത്തും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ ദിസ് വീഡിയോ ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് ആൻഡ് ട്രൈ ദ സെയിം ജുഗാഡ് ഹിയർ ആൻഡ് ദർ. നമുക്കിത് രണ്ടും കോമറ്റ് ആയതുകൊണ്ട് നമുക്ക് രണ്ടിൻ്റെ അകത്തും ഏകദേശം ഒരേ ഫീച്ചേഴ്സ് തന്നെയാണുള്ളത്. അത് രണ്ട് സ്ഥലത്ത് നിങ്ങൾ ഒരേപോലെ ട്രൈ ചെയ്ത് നോക്കാം. സോ കോമറ്റ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു AI പവർഡ് ബ്രൗസറാണ്. നോർമൽ ബ്രൗസേഴ്സ് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യുന്ന എല്ലാ ടാബ്സിനെ കുറിച്ച് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇതിനുണ്ടായിരിക്കും. അതായത് സമ്മറൈസ് ചെയ്യുക, Q&A, അല്ലെങ്കിൽ വോയിസ് കൊറീസ്, ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇത് ആൻഡ്രോയിഡിൽ വന്നപ്പോൾ ഇതിലുള്ള ബിഗസ്റ്റ് ഒരു ഹൈലൈറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസ് മോഡാണ്. Based on this textbook, can you quiz me on Kepler's laws of planetary motion? Yes. First question. According to Kepler's second law, what does equal areas and equal times mean physically? സമ്മറൈസ് മൈ ഓപ്പൺ ടാബ്സ് പോലെയുള്ള കമാൻഡ്സ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് സമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ടാബിൻ്റെ റെഫറൻസ്, നിങ്ങളിപ്പോൾ മൾട്ടിപ്പിൾ ടാബ്സ് കുറേ തുറന്നു വെച്ചിട്ടുണ്ട്. മൈ സെക്കൻഡ് ടാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AIക്ക് അത് മനസ്സിലാതെ സെക്കൻഡ് ടാബ് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തരും. അതേപോലെ ബിൽഡ് ഇൻ ആഡ് ബ്ലോക്കേഴ്സ് ഉണ്ട്, അതാണല്ലോ നമുക്ക് ആൻഡ്രോയിഡ്സിന് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊരു നല്ലൊരു പൊൻതൂവലായിട്ട് നമുക്ക് എടുത്തു പറയാൻ വേണ്ടി പറ്റും. പെർപ്ലെക്സിറ്റി ആൻഡ്രോയിഡ് ലോഞ്ച് ചെയ്ത മെയിൻ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫാൾട്ട് സെർച്ച് എഞ്ചിൻ ആസ് എ പെർപ്ലെക്സിറ്റി AI. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ബ്രൗസ് ചെയ്യുമ്പോൾ AI റെസണിങ് പെർമനൻ്റ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഡിഫാൾട്ട് ബ്രൗസറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലാണ് ബെറ്റർ. അതുപോലെ വോയിസ് മോഡ് മൊബൈലിൽ സൂപ്പർ ഫാസ്റ്റ് ആണ്. അതായത് ക്രോമിൻ്റെ വോയിസ് സെർച്ച് എഞ്ചിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഇൻ്റലിജൻ്റ് ആണ്. പിന്നെ ആഡ് ബ്ലോക്കർ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് എല്ലാവരും എടുത്തു പറയുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. ഇനി അപ്കമിങ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്വേഡ് മാനേജർ, കോൺവെർസേഷണൽ ഏജൻറ്റ്, അതുപോലെ ക്വിക്ക് ഷോട്ട് ഫോർ AI ആക്ഷൻസ്, ഇത്തരം ഫീച്ചേഴ്സൊക്കെ നെക്സ്റ്റ് അപ്ഡേറ്റിൽ ഉടനെ ഉണ്ടാവും. അത് വന്ന ഉടനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അത് മിസ്സാവാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ കൂടുതൽ തന്നെ കൊടുക്കുക. ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ പെർപ്ലെക്സിറ്റി ആൻഡ്രോയിഡിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത്. OME ആൻഡ് കാരിയർ ഡിമാൻഡ്സ് കാരണം iOS വേർഷൻ ഇനിയും വൈകുന്നതാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യണം. ആൻഡ്രോയിഡുകാർ ഇപ്പോൾ യൂസ് ചെയ്യുക, iOSകാർ കുറച്ചുകൂടെ അത് വരുന്നതായിരിക്കും. ഹോണസ്റ്റ്ലി മൊബൈൽ ബ്രൗസിങ്ങിൽ AI ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു ജനറേഷൻ ഷിഫ്റ്റിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രൗസറിൻ്റെ രീതി. ഇമാജിൻ നിങ്ങളൊരു സൈറ്റ് ഫുള്ള് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് കോണ്ടൻറ്റുള്ള ഒരു കാര്യങ്ങളുള്ള ഒരു സൈറ്റിൽ കയറി അത് നിങ്ങൾക്ക് മലയാളത്തിലൊന്ന് സമ്മറൈസ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടുന്ന ആൻസർ എങ്ങനെയായിരിക്കും? ദർ ഇസ് യുവർ സമ്മറി. അപ്പോൾ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വരും. ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത്, ടെക്ക്രഞ്ച് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് പ്രകാരം AI ബ്രൗസേഴ്സിന് കുറച്ച് ടെക്നിക്കൽ, അതായത് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രൈവസി നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്യുക എന്നുള്ളത് ഞാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. നൗ നമുക്കൊരു ക്യൂക്ക് ഡെമോ നോക്കാം, എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നൊക്കെ. ആദ്യം തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് കോമറ്റ് എന്ന് സെർച്ച് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്താലും മതി. അതിനുശേഷം ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ഡൗൺലോഡ് ചെയ്യുക. ഇൻസ്റ്റലേഷൻ സെയിം നമ്മുടെ എങ്ങനെയാണോ കോമറ്റിൻ്റെ ഒഫീഷ്യൽ ബ്രൗസറിൽ, എങ്ങനെയാണ് കോമറ്റിൻ്റെ ഡെസ്ക്ടോപ്പ് വേർഷനിൽ നമ്മൾ ചെയ്തിട്ടുള്ള അതേപോലത്തെ ആനിമേഷൻസും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് ഡിഫാൾട്ടായിട്ട് ട്രൈ കോമറ്റ് അസിസ്റ്റൻ്റ് എന്നുള്ള കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. നമുക്കിതിൽ ഓരോന്നും 1 by ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഡെസ്പാസിറ്റോൻ്റെ സോങ് പ്ലേ ചെയ്ത് തരുമെന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി യൂട്യൂബിലേക്ക് പോകുന്നു, അത് പ്ലേ ആവുന്നു. കോമറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഫസ്റ്റത്തെ ഈ ഒരു പോർഷൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് ആദ്യം പറയുന്നത് ഇതിന് ഡിഫാൾട്ടായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കോമറ്റിനെ സെറ്റസ് ഡിഫോൾട്ട് കൊടുത്തു. ഇങ്ങനെ ഡിഫാൾട്ടായിട്ട് സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മൾ റിയൽ ടൈം നമ്മളെക്കുറിച്ച് അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫീച്ചർ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളത് ഡിഫാൾട്ടായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള എല്ലാ ആപ്ലിക്കേഷനുമായിട്ട് ഇതിന് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ആഡ് ലോജിസ്റ്റിക് സൈലൻറ്റ് പ്ലസ് മൗസ് ടു മൈ കാർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആമസോൺ എന്ന സിസ്റ്റത്തിന് അറിയാം. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ആമസോണിനെ ഫെച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഈ കാണുന്ന നമ്മൾ കോമറ്റിൻ്റെ ഡെസ്ക്ടോപ്പ് വേർഷൻ പറഞ്ഞ സമയത്ത് ഈ ഒരു സ്ക്രീനിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ക്രീനിൻ്റെ സൈഡിലൊരു സിയാൻ കളറിൽ വരുന്ന ഒരു സ്കാനിങ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് കണ്ടില്ല. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ സിസ്റ്റം തന്നെ ചെയ്യുന്നതാണ്. ആ മൗസിനെ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഈ ആ ഫീച്ചർ ഓൾറെഡി നമുക്ക് മനസ്സിലായി. ഇനി ബാക്ക് അടിക്കാം. 2 നോയ്സിൻ്റെ കമ്പയർ ദ പ്രൈസ് ഫോർ നോയ്സ് ക്യാൻസലിങ് ഇയർബഡ്സിൻ്റെ പ്രൈസ് ഒന്ന് കമ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം തന്നെ അത് പോയി കമ്പയർ ചെയ്യുന്നു. അത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ബോസിൻ്റെത്, സോണീൻ്റെത്, അതേപോലെ OnePlusൻ്റെ, സാംസങ് ഗാലക്സി പ്രോ, റിയൽമി എയർബഡ് 7, ബോട്ട്,
അതേപോലെ എല്ലാം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിൻ്റെ പ്രൈസും അതിൻ്റെ ഓരോ നോട്ട്സ്, പ്രീമിയം സ്ട്രോങ് നോയ്സ് ക്യാൻസലേഷൻ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ANC, ബഡ്ജറ്റ് ANC വിത്ത് ഗുഡ് ഓവറോൾ നോയ്സ് ഐസൊലേഷൻ, ഇങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും ഇത് തന്നെ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്നിനും എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വാങ്ങണമെങ്കിൽ ഇതിൽ ഏതിനെയാണോ നമ്മൾ അങ്ങനെ ഫൈൻഡ് ചെയ്തിട്ടുള്ളത് അതിൽ ബെസ്റ്റ് വണ്ണിനെ ആഡ് ടു മൈ കാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാർട്ടിലേക്ക് ആഡ് ആയിക്കോളും. ഇനി സമ്മറൈസ് നമ്മളെ ഇതിൻ്റെ ലോഞ്ചിങ് പോസ്റ്റ്, ഇതിന് കോമറ്റ് ലോഞ്ച് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ബ്ലോഗ് പോസ്റ്റിനെ മൊത്തത്തിലൊന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലുള്ള വീഡിയോസ് ഉണ്ടാക്കാൻ അതെല്ലാം കോണ്ടൻറ്റ് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടും. ഇനി ഇവിടെ നിന്ന് തന്നെ മേക്ക് എ സ്ക്രിപ്റ്റ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദിസ് ഇതിനൊരു സ്ക്രിപ്റ്റ് ആക്കി തരുമോ എന്ന് മലയാളത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള മുഴുവൻ കണ്ടൻറ്റ് ഇപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ പോലെ ഒരു സ്ക്രിപ്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി സാധിക്കും. അല്ല നിങ്ങൾക്ക് അത് ഏത് രീതിയിൽ വേണമെങ്കിൽ മാറ്റാൻ വേണ്ടി സാധിക്കും. ഇവൻ അത് വെച്ചിട്ടൊരു പോസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അതും അത് ഉണ്ടാക്കി തരുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സോങ് ഡിസ്പാസിറ്റോ, അതിനകത്തൊരു ഏത് സോങ് പ്ലേ ചെയ്യാൻ പറഞ്ഞാലും ഡയറക്റ്റ് അത് ആപ്പിലേക്ക് പോകുന്നു, അത് പ്ലേ ആവുന്നതായിരിക്കും. ഇനി ജസ്റ്റ് ബാക്ക് ഇതിനകത്ത് ഇവിടെ ഒരു അഡീഷണൽ ഫീച്ചേഴ്സായിട്ട് നമുക്ക് വിഡ്ജറ്റ് സ്ക്രീൻ, ഇത് നമുക്ക് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ ക്ലോക്ക്, അതേപോലെ നമ്മളെ കറണ്ട്, വെതർ, ഇതിപ്പോൾ ലൊക്കേഷൻ എനേബിൾ ചെയ്യണം. കറണ്ട്, വെതർ, ഇതൊരു ഗെയിമാണ്. ഇങ്ങനെ പിന്നെ ടോപ്പ് സ്റ്റോറിയിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇത്രയും ഇതാണ് നമ്മുടെ ഒരു നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇതിൻ്റെ ഒരു വിഡ്ജറ്റ് സ്ക്രീൻ. സോ നമുക്കിത് വേണ്ട പോലെ കസ്റ്റമൈസ് ചെയ്യാം. ഇത് അനലോഗ് ക്ലോക്ക്, വെതർ, ഡയറക്റ്റ് ക്വിക്ക് ആക്സസ് ടു ആമസോൺ, ഡയറക്റ്റ് പേജിലേക്ക് ആക്സസ് ഉണ്ട്. ഇനി ഗൂഗിളിലേക്ക് ഡയറക്റ്റ് വേണേൽ പോകും. അതൊക്കെ സഡൻ ക്വിക്ക് ആക്ഷനാണ്. യൂട്യൂബിലേക്ക് ഡയറക്റ്റ് ക്വിക്ക് ആക്ഷനാണ്. സോ ഇൻസ്റ്റലേഷൻ, ഇൻ്റർഫേസ്, വോയിസ് കമാൻഡ് ടെസ്റ്റ്, ആഡ് ബ്ലോക്കർ ഡിഫറൻസ്, ടാബിൻ്റെ സമ്മറി ഡെമോ, ഇതൊക്കെ നമ്മളിതിലിപ്പോൾ ചെക്ക് ചെയ്തു. സോ ഓവറോൾ കോമറ്റ് ബ്രൗസർ എന്ന് പറയുന്ന ആൻഡ്രോയിഡ് വേർഷനിൽ സൂപ്പർ പെർഫോമിംഗ് ആണ്, അല്ലെങ്കിൽ നല്ലൊരു പ്രോമിസിംഗ് ആണ്. നിങ്ങൾക്ക് ഡെയിലി ക്രോമറ്റ് യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗിവ് എ ട്രൈ. ഞാൻ ഉറപ്പായിട്ട് ട്രൈ ചെയ്യണമെന്ന് പറയുന്നില്ല, നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫോർ എ ഫുൾ റിവ്യൂ ഞാനിതിന് ക്രോസ് മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്. വരുമ്പോൾ പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡോണ്ട് ഫോർഗെറ്റ് ടു വാച്ച് ദ ഡെസ്ക്ടോപ്പ് വേർഷൻ. ഇറ്റ്സ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഐ ബട്ടൺ. അപ്പോൾ അതിലൊരുപാട് മെത്തേഡ്, പലതരം ട്രൈകൾ നമ്മളതിൽ ചെയ്യുന്നുണ്ട്. ആ ട്രൈ ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ദിസ് ഇസ് മീ അഗെയിൻ സൈനിങ് ഓഫ് ഫ്രം ടെക് ട്രെൻഡ്സ് ബൈ അഗെയിൻ. സീ യു ഓൺ ദ നെക്സ്റ്റ് ടെക് ബ്രേക്ക്ഡൗൺ.